ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. നമ്മുടെ വീട്ടിലുള്ള റേഷൻ അരി കൊണ്ട് പച്ചരിയെ വെല്ലുന്ന രീതിയിൽ നല്ല പഞ്ഞി പോലത്തെ ദോശ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ദോശയ്ക്ക് അത്ര സോഫ്റ്റ്നെസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മണം വരുന്നു എന്നൊക്കെ പരാതിയുള്ളവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ ദോശ നോക്കിയേ എത്രത്തോളം മൃദുവാണെന്നും നല്ല വെള്ള നിറത്തിലാണെന്നും. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മുടെ പഞ്ഞി പോലെയുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ റേഷൻ അരിയിലെ 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് ഉഴുന്ന് ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്തി കൊടുക്കാം. ഉലുവ ചേർക്കുന്നത് ദോശയ്ക്ക് നല്ലൊരു മണം നൽകാൻ മാത്രമല്ല, ദോശ നല്ല സോഫ്റ്റായി കിട്ടാനും ഇത് സഹായിക്കും. റേഷൻ അരിയുടെ ആ ഒരു മണം മാറി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഉലുവ നിർബന്ധമാണ്. ഇനി നമുക്ക് 2-3 വട്ടം കഴുകിയതിന് ശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5-6 മണിക്കൂറോളം നമുക്ക് ഇത് കുതിർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ അതുവരെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയതാണ് കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മൾ അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ആ അരിയും ആ വെള്ളം കൂടി വേണം നമുക്ക് നന്നായി അരച്ചെടുക്കാൻ. അരി നമുക്ക് നന്നായിട്ട് തന്നെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ളത് 1/2 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലിട്ട് മാറ്റാം. മാവിൻ്റെ പരുവം നോക്കിയേ ഒട്ടും തരിയില്ലാതെ ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ. റേഷൻ അരി ആയതുകൊണ്ട് നമുക്കിത് അരക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂറോളം ഒരു ഓവർനൈറ്റ് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇനി രാവിലെ തുറന്ന് നോക്കുകയാണ്. ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ മാവ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇവിടെ നമ്മൾ ബേക്കിംഗ് സോഡയോ മറ്റ് കൃത്രിമ ചേരുവകളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. സോഡാപ്പൊടി ഇല്ലാത്തത് തന്നെ നമ്മുടെ ദോശ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് കിട്ടും. റേഷൻ അരിയും ഉലുവയും പിന്നെ ഉഴുന്നും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കാനും ആരോഗ്യത്തിനും ഒട്ടും പേടിക്കാനുമില്ല. ഇനി നമുക്ക് ദോശ ചുടാൻ തുടങ്ങാം. നമ്മൾ ഏതിലാണ് ദോശ ചുടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ദോശക്കല്ല് നന്നായി ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് അധികം കട്ടിയില്ലാതെ ഒന്ന് പരത്തി കൊടുക്കാം. ദോശയിൽ ഈ വരുന്നത് കണ്ടോ, നല്ല കുഞ്ഞി ഹോൾസുകൾ വീഴുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ദോശ നല്ല സോഫ്റ്റായി കിട്ടുന്നതിൻ്റെ ലക്ഷണം. ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ച് 1 മിനിറ്റ് വേവിച്ചാൽ മതി. റേഷൻ അരി കൊണ്ടാണെന്ന് ആരും പറയില്ല. പഞ്ഞി പോലെ അത്രയും മൃദുവായ ദോശയാണ് റെഡിയായിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും ദോശകൾ ഉണ്ടാക്കിയെടുക്കാം. ഈ സിമ്പിൾ പന്നി ദോശ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റേഷൻ അരി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നല്ല മൊരിഞ്ഞ ദോശ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല മൊരിഞ്ഞ ദോശ റെഡി ആയിട്ടുണ്ട്. ഇവിടെ മക്കൾസിനൊക്കെ അധികം ഇങ്ങനെ സോഫ്റ്റായിട്ട് പഞ്ഞി പോലെയുള്ള ദോശയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മുഴുവനായിട്ടും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ദോശ മുരിഞ്ഞതോ അല്ലെങ്കിൽ ഇങ്ങനെ സോഫ്റ്റായിട്ടുള്ളതോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് പച്ചരി ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതൊന്ന് നോക്കിയേ എത്ര എളുപ്പത്തിലാണ് ഇത് മുറിച്ചെടുക്കാൻ പറ്റുന്നതെന്ന് കണ്ടോ. ശരിക്കും പഞ്ഞി പോലെ എത്രയും മൃദുവാണിത്. ഉള്ളിലൊക്കെ നല്ല പഞ്ഞി പോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. റേഷൻ അരി കൊണ്ടാണെന്ന് ആരും വിശ്വസിക്കില്ല കേട്ടോ. അത്രയും നല്ല വെള്ള നിറവും ഈ സോഫ്റ്റ്നെസ്സും തന്നെയാണ് ഈ റെസിപ്പിയുടെ പ്രത്യേകത. ഒട്ടും കടുപ്പമില്ലാതെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പരുവാണിത്. അപ്പം ഞാനിവിടെ ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ കുറച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഉള്ളിച്ചമ്മന്തിയുടെയൊക്കെ റെസിപ്പി കുറേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി കണ്ടുനോക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് താഴത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള അടിപൊളി ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ ഇൻഷാല്ലാ വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.